ഹലോ എവ്രി വൺ, അവരോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ താഴെ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് കുവൈറ്റ് എംഒഎച്ച് ഇപ്പോൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്, പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതുപോലെ അത്രയും ഒരു ലാർജ് സ്കെയിലിൽ ആളുകളെ വിളിക്കുന്നില്ല. വളരെ സെലക്ട് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്സ്പീരിയൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ വിളിക്കാൻ പോകുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് കുവൈറ്റിലായിരുന്നപ്പോൾ അപ്ലൈ ചെയ്തു, പക്ഷേ ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ നാട്ടിലായിരുന്നു. അതിനുശേഷം എക്സാം എഴുതാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തിരിച്ച് കുവൈറ്റിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അവിടെ എംഒഎച്ച് ഓഫീസിൽ പോയി അന്വേഷിക്കാം. അതുമല്ലെങ്കിൽ ഒരു മെയിൽ വിടാം. മെയിലിന് റിപ്ലൈ ഒന്നും കിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും പലർക്കും ഇൻ്റർവ്യൂവിന് അങ്ങനെ ലോക്കലി അപ്ലൈ ചെയ്ത ആളുകൾക്ക് വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് മെയിൽ ചെയ്യുക. അതിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് കുവൈറ്റിൽ വന്നു കഴിയുമ്പോൾ അവരോട് നേരിട്ട് പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അവരുടെ പ്രതികരണം എന്താണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് സൗദി എംഒഎച്ചിലാണ് വർക്ക് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ പാസ്സായി, സർട്ടിഫിക്കറ്റ് സൗദിയിലെ കുവൈറ്റ് എംബസിയിലാണ് അറ്റസ്റ്റ് ചെയ്തത്, അത് അലൗഡ് ആണോ എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. സൗദിയിലുള്ള കുവൈറ്റ് എംബസിയിലാണ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തൊരു ചോദ്യം, മെഡിക്കൽ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നു, പിന്നെ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഒരു മെയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇനി ഉടൻ തന്നെ മെഡിക്കൽ എടുക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പല കാര്യങ്ങളിലും ഇവിടെ ഇപ്പോൾ ഒരുപാട് ഡിലേ ഉള്ളതുകൊണ്ട് തന്നെ ഉടൻ തന്നെ മെഡിക്കൽ ചെയ്യേണ്ട എന്നാണ് അഭിപ്രായം. കാരണം ഒരുപക്ഷെ മെഡിക്കലിൻ്റെ ടൈം എക്സ്പയറൊക്കെ ആയി പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെയിൽ ചെയ്യാതെ കുറച്ച് വെയിറ്റ് ചെയ്യുക. പക്ഷേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അറ്റസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ മെഡിക്കൽ ഇപ്പോൾ ഉടൻ തന്നെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ലേറ്റ് ആകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലേറ്റ് ആകുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവിടെ വന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഒരുപാട് ഇവിടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുവൈറ്റ് എംഒഎച്ച് ഇന്ത്യയിൽ നിന്നും ഇതുപോലെ ബൾക്കായിട്ട് നടത്തുന്ന ആദ്യത്തെ തന്നെ ഒരു ഓൺലൈൻ റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വന്ന ആളുകൾക്ക് പോലും പലർക്കും സാലറി കിട്ടിയിട്ടില്ല. ചില ആളുകൾക്ക് സാലറി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ചില ആളുകൾക്ക് ഫസ്റ്റ് 1 മന്തിൽ സാലറി കിട്ടി. അത് നാട്ടിൽ നിന്നുള്ള അവരുടെ ഓഫർ ലെറ്റർ പറഞ്ഞ സാലറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് തന്നെയാണ് അവർ വിസിറ്റ് വിസ രണ്ടാമത് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് അവർ പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങനെ ലേറ്റ് ആകുന്നത്. പിന്നെ അവർക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യണം. ഹോട്ടലിൽ നിന്നും 3 മന്ത്സ് കഴിയുമ്പോൾ ഇവരെല്ലാം ഹോസ്റ്റലിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ഞാൻ ലോക്കമല്ല പറയുന്നത്, ലോക്കലി റിക്രൂട്ട്മെൻറ്റ് നടത്തിയ ആളുകൾക്ക് ഹോസ്റ്റലിൽ താമസിക്കാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ കുറേ പേരൊക്കെ അങ്ങനെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരോടെല്ലാം ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക്, അതായത് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഹോസ്റ്റൽ കൊടുക്കണമെന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരിക്കും അക്കോമഡേഷൻ്റെ കാര്യത്തിൽ. പൊതുവേ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം ഫ്രീ ആയതുകൊണ്ട് തന്നെ പൊതുവേ ആളുകൾ സിംഗിളായിട്ടുള്ള ആളുകൾക്കെല്ലാം ഹോസ്റ്റലിൽ നിൽക്കാനാണ് താല്പര്യം. പക്ഷേ അങ്ങനെ നിന്നിരുന്ന ആളുകളോടാണ് ഇപ്പോൾ, അതായത് ലോക്കലി റിക്രൂട്ട്മെൻ്റ് ആണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹോസ്റ്റലിൽ അവർക്ക് അക്കോമഡേഷൻ ഉണ്ടായിരുന്ന ആളുകളോടാണ് അവർ പുറത്തു പോകാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഡിലേ വരുന്നതുകൊണ്ടായിരിക്കാം കാര്യങ്ങളെല്ലാം ലേറ്റായിട്ട് പോകുന്നത്. എങ്കിലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കുവൈറ്റ് എംഒഎച്ചിലേക്ക് ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും അവർ പ്രോസസ്സിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ചോദിച്ചിരിക്കുന്നത് മെഡിക്കൽ ഫിറ്റ്നസ് സെൻഡ് ചെയ്തു, വിസ വന്നിട്ട് സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റേഷൻ ചെയ്താൽ മതിയോ എന്നുള്ളതാണ്. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നേരത്തെ ചെയ്തു വെക്കുകയാണ് നല്ലത്. കാര്യം വിസിറ്റ് വിസ 3 മന്ത്സിലേക്കാണെങ്കിൽ പോലും ഒരു പക്ഷേ ചിലരോട് അവർ പറയുന്നുണ്ട് വിതിൻ എ മന്ത് ട്രാവൽ ചെയ്യാനായിട്ടുള്ള പ്ലാൻസ് എല്ലാം ഉണ്ടാക്കണം എന്നുള്ളത്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ പലരും പല സമയമാണ് എടുക്കുന്നത്, പല ഏജൻസീസും. അപ്പോൾ നേരത്തെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്ത് വെക്കുക. ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റസ്റ്റേഷൻ ഇല്ലാതെ നമ്മൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിവേ 6 മന്ത്സ് ഒക്കെ, ഒരു 5 to 6 മന്ത്സ് എടുക്കാതെ ഇങ്ങോട്ട് വരാനും അത്രയും ടൈം എടുക്കും. അതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് അറ്റസ്റ്റേഷൻ ചെയ്താലും മതി. പക്ഷേ ഈ പേപ്പറുകളെല്ലാം അയച്ചു കൊടുക്കാതെ മറ്റ് കാര്യങ്ങൾ, വിസ ഫോർമാലിറ്റീസ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം.
പിന്നെ MOHൽ നേരിട്ട് അന്വേഷിച്ചപ്പോൾ അവർ വഴക്കുണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഒരു ആൾ പറഞ്ഞിരിക്കുന്നത്. MOHൽ ആക്ച്വലി നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള മെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നതിന് ശേഷം പിന്നീട് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് സെലക്ഷൻ ആയോ അല്ലെങ്കിൽ എക്സാമിൻ്റെ കാര്യങ്ങൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എൻക്വയറി ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾക്ക് ഇൻ്റർവ്യൂ കോൾ വരാത്തത് എന്താണ് അല്ലെങ്കിൽ അതിനുള്ള മെയിൽ വരാത്തത് എന്താണ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പോയി ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുക. കൂടുതലായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ലിങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്, നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ആവശ്യമുണ്ട് എങ്കിൽ അവർ തീർച്ചയായിട്ടും മെയിലിൽ കൂടെ നോട്ടിഫിക്കേഷൻ തരും. ആ ഒരു കാര്യത്തിന് വേണ്ടി MOHൽ പോയി അന്വേഷിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ പലരുടെയും ഒരു കൺസേൺ ആണ് പുതിയ സ്റ്റാഫിന് ഓൾഡ് സ്റ്റാഫിനേക്കാളും സാലറി കൂടുതലാണോ കുറവാണോ എന്നുള്ള ഡൗട്ട്സും കൺസേൺസൊക്കെ ഉണ്ട്. ഇപ്പം പഴയ സ്റ്റാഫിനാണെങ്കിൽ പോലും പലർക്കും പല സാലറിയാണ്. ഒരു 2000 മുന്നേ ഉള്ള ആളുകൾക്ക് ഒരുപാട് സാലറി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്ന MOH ആണ്. MOH പല ക്രൈറ്റീരിയാസും അവർ തീരുമാനിക്കുന്നതനുസരിച്ചാണ് കൊടുക്കുന്നത്. നമ്മൾക്ക് എത്ര സാലറി കുറഞ്ഞു കൂടി അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അത് നമ്മൾക്ക് ഒരു പക്ഷേ 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും കിട്ടുന്ന സാലറി ഒരു 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന MOHൽ ഇത്ര നാളും ജോലി ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന സാലറിയേക്കാൾ കുറവാണെങ്കിൽ നാച്ചുറലി അവരുടെ മനസ്സിലൊരു വിഷമം വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വറി ചെയ്യേണ്ട. നമ്മൾക്ക് ദൈവം തരാനുള്ളത്, നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ളത് ദൈവം തരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ നമ്മൾക്ക് തരുന്നതിനെക്കുറിച്ച് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റുള്ളവർക്ക് എത്ര കിട്ടി എന്ത് കിട്ടി എന്നതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെട്ടാൽ ഒരു പക്ഷേ ലൈഫിൽ പോലും നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. നാച്ചുറലായിട്ടുള്ളൊരു വിഷമമായിരിക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറേ വർഷം സീനിയറായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് സാലറി കുറവും പുതിയ ആളുകൾക്ക് സാലറി കൂടുതലാകുമ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ളൊരു വിഷമം വരാൻ സാധ്യതയുണ്ട്. അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ ഈ ഒരു ചിന്ത മാത്രമേ പറ്റുള്ളൂ. കാരണം ദൈവം നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ള പണം നമ്മൾക്ക് തരും. അതിപ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് അത്രയും പൈസയായിരിക്കും ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ദൈവം നമ്മൾക്ക് തരും. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങളും അതുപോലെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു സജഷൻ മാത്രമാണ് കേട്ടോ. പിന്നെ റേഡിയോഗ്രാഫർ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റേഡിയോഗ്രാഫേഴ്സ് ആണെങ്കിലും അപ്ലൈ ചെയ്യുന്നതെല്ലാം സെയിം ലിങ്കിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ കൂടുതലായിട്ടും ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന ഇവിടെ കമ്പനി വഴി വന്ന ഒരുപാട് റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. കുറേ പേര് ഒരുപാട് പ്രോബ്ലത്തിൽ കൂടെ കടന്നു പോകുമായിരുന്നു. അങ്ങനെയുള്ള കുറേ പേര് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എടുത്തിട്ടുണ്ട്. നാട്ടിൽ നിന്നും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് MOH ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ലിങ്കിൽ കൂടെ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നേഴ്സസിനുള്ള MOH ഓൺലൈൻ ലിങ്ക് മാത്രം. പിന്നെ വിസ വന്നു കഴിഞ്ഞതിന് ശേഷം ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എടുത്താൽ മതിയോ എന്നുള്ളതാണ്. വിസ വന്നു കഴിഞ്ഞതിന് ശേഷം ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപാട് ലേറ്റ് ആവാനോ അല്ലെങ്കിൽ കിട്ടാതിരിക്കാനോ അതിൻ്റെ പിന്നാലെ കുറേ നടക്കേണ്ടതൊക്കെ ആയിട്ട് ആവശ്യം വരുമായിരിക്കും. അതുകൊണ്ട് തന്നെ എടുത്തു വയ്ക്കുമായിരിക്കും നല്ലത്. ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എടുത്തു വയ്ക്കുകയായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.